ഹലോ ഗായ്സ്, ദിസ് ഇസ് ജിതു സോൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കപ്പ് ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിയ കേട്ടോ. പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ അപ്പം തന്നെ വാങ്ങും. പിന്നെ ഇവിടെ കുറേ കപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇതാ ഈ ഒരു സെറ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ എന്താ ഇടേണ്ടത് എന്നുള്ളൊരു തീരുമാനം അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കപ്പ് വാങ്ങിച്ച് വയ്ക്കുന്നത് ഓരോ ദിവസം ഓരോരോ മൂഡായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാറി മാറി ചായ കുടിക്കാനാണ്. പിന്നെ നമുക്ക് ഇന്നിവിടെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടായിരുന്നത്. ചിക്കനും വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും അപ്പമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഈ ചിക്കൻ സ്റ്റൂ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അധികം ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മുടെ ചൂട് ചായ, ആ പുതിയ കപ്പിൽ തന്നെയാണ് ഇന്ന് ചായ കുടിച്ചത്. ഇന്ന് ഞങ്ങൾ ഉദ്ഘാടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നല്ല ചൂട് ചായയൊക്കെ എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂ ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇന്ന് നമുക്കിന്ന് ലഞ്ചിന് എന്താണെന്ന് നോക്കിയാലോ. ചോറുണ്ടായിരുന്നു, ചൂട് ചോറാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, അതിൻ്റെ ബാലൻസ് കുറച്ച് മാങ്ങ പഴുത്ത് പോയതിരിപ്പുണ്ടായിരുന്നു. മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ചിക്കൻ്റെ പീസ് വളരെ കുറവാണ് കിട്ടിയത്. അതുകൊണ്ട് പുറത്ത് ഷോപ്പിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ചു ഗൈസ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ആ ചിക്കൻ തന്നെ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ട്. സോറി, ഇത് ചിക്കൻ വറുത്തല്ല, കഴിഞ്ഞ ദിവസം കേര വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാലൻസ് വറുത്തതാണ്. പിന്നെ അതിൻ്റെ തന്നെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. തലേദിവസത്തെ കറികൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്ത് കഴിക്കും കേട്ടോ. അതങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല. പിന്നെ പാലടയുടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പഴമായിട്ട് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.